ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്ന് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഉണർന്നിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ശക്തി ഇങ്ങനെ അടുത്ത് വരുന്നത് പോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. പെട്ടെന്ന് 2 കൈകൾ എൻ്റെ ഷോൾഡറിൽ വന്ന് തൊടുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ആ ശരീരത്തിൽ ഒരു സുഖം അനുഭവപ്പെടാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രയാസം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പം ഒരുപാട് ഒരു മാസത്തിന് മേളിലായി ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ട്. ഹലോ ഗായ്സ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറിന്റെ സാക്ഷ്യമാണ്, ഒരു അനുഭവമാണ്. എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നാൾക്ക് മുന്നേ ഒരു വചനം ചോദിച്ചിട്ട്. ആളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് വചനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആളുടെ അനുഭവം ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് ചിന്നു എന്നാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു വചനം കൊടുത്തിട്ട് ഉള്ളൊരു ഇത് കണ്ടു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വചനം ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് എൻ്റെ കൈവേദനയായിട്ട് വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ എല്ലാം കഴിച്ചു. എന്നിട്ടും വലിയൊരു ഫലം എനിക്ക് ഉണ്ടായിരുന്നില്ല. കൈവേദന കൂടി. ചില കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഞാൻ ആവശ്യപ്പെട്ട് MRI എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ MRI എടുത്തപ്പോൾ ഡിസ്ക് ബൾജിങ് ആണ്. പെടലിക്ക് ചെറിയൊരു തേയ്മാനം ഉണ്ട്. അതോടൊപ്പം തന്നെ കയ്യിലേക്കുള്ള ഞരമ്പിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതാണ് കൈവേദന ഉണ്ടാവുന്നതെന്ന് പറഞ്ഞപ്പോൾ മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു. ആദ്യത്തെ എനിക്ക് പറഞ്ഞിരുന്ന വചനം, കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ എന്നുള്ളൊരു വചനമായിരുന്നു. ഞാൻ 33 ദിവസം 33 തവണ ചൊല്ലി. പിന്നെ ഒരു ദിവസം എനിക്ക് തീരെ വയ്യാതെ വന്നു. ഒരു ലാസ്റ്റ് എൻ്റെ കൈക്ക് നല്ല വേദനയും നീരും, പുറത്തൊക്കെ നല്ല നീരും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഈ കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. ശ്വാസമുട്ടൽ പോലെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്ന് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഉണർന്നിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ശക്തി ഇങ്ങനെ അടുത്ത് വരുന്നത് പോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. പെട്ടെന്ന് 2 കൈകൾ എൻ്റെ ഷോൾഡറിൽ വന്ന് തൊടുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ആ ശരീരത്തിൽ ഒരു സുഖം അനുഭവപ്പെടാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രയാസം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പം ഒരു മാസത്തിന് മേളിലായി ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ, അനുഭവം കേട്ടല്ലോ. ഇതൊരിക്കലും ഞാൻ പറയിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല. വചനം കൊടുത്തിട്ട് അവർക്ക് അനുഭവം ഉണ്ടായിട്ട് അവർ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണിത്. അപ്പൊ നമുക്ക് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് വരുന്നുണ്ട് ഡെയിലി. എനിക്ക് റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല. ആക്ച്വലി ഒത്തിരി വരാറുണ്ട്. വാട്സപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഒരുപാട് വരാറുണ്ട്. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല പലപ്പോഴും. പറ്റുന്ന പോലെ ഞാൻ ടൈം എടുത്ത് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴത്തെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഉടനെ കിട്ടുമെന്ന്. കാരണം ഒരുപാട് മെസ്സേജസ് പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ഒരു വർഷമായിട്ട് റിപ്ലൈ കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാം, കുഞ്ഞുവാവയുണ്ട് എനിക്ക്. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അവൻ ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എഡിറ്റിംഗ് ചെയ്യണം, വീഡിയോസ് എടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ പ്രയറിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ബിസി ആയതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റ് ആവുന്നത്. നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്. പക്ഷെ ഞാൻ പറയുവാണ്, ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രം നിങ്ങൾ കാണിക്കുന്നുള്ളൂ. ഒത്തിരി 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 സാക്ഷ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഷെയർ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നത്. നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയും ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ പ്രചോദനമാവുകയും ചെയ്യുവാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് യൂട്യൂബ് റെക്കമെൻഡേഷനിലോട്ട് പോകും. നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു ജേർണൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ എന്തായാലും വീഡിയോസ് ആയിട്ട് ചെയ്യാം. കാരണം ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വചനത്തിന്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പഠിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പൊ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് സന്നു സൈനിങ് ഓഫ്.